ഹലോ എവ്രി വൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ പ്രകാശത്തിൻ്റെ അപവർത്തനത്തെക്കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് റിവിഷനാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. റിവിഷനാണ്, അതായത് നമ്മളൊരു ക്ലാസ് കണ്ടു, അതേപോലെ അതിനെ കുറച്ചിട്ട് നമുക്കറിയാം, നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു. ദെൻ നമ്മൾ ഒരു എക്സാമിനോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ആ എക്സാം നന്നായിട്ട് എഴുതാം എന്നതിനെ ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് പറയുന്നത്, എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടതൊക്കെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ പോയിൻറ്റ്സും നമ്മളിവിടെ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ് പ്രകാശത്തിൻ്റെ അപവർത്തനം. ഈ അപവർത്തനം എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ എന്താണ്? റിഫ്രാക്ഷൻ എന്ന് പറയും. റിഫ്ലക്ഷൻ അല്ല, റിഫ്രാക്ഷൻ, അപവർത്തനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം, ഒരു ഫിസിക്സിൻ്റെ ടേംസിൽ നമ്മളൊരു വസ്തുവിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ നമ്മൾ വസ്തുവിനെ കാണുന്നത്. ഒരു ബയോളജിക്കലായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയാം നമ്മൾ കണ്ണുകൊണ്ട് കാണുമെന്ന് പറയും. പക്ഷേ ഫിസിക്സിൻ്റെ ടേംസിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത്, ഒരു വസ്തുവിൽ എന്ത് ചെയ്യണം, പതിച്ച പ്രകാശം അതെന്ത് ചെയ്യുന്നു, പ്രതിപതിച്ച് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വസ്തുവിനെ കാണുന്നത്. ഒരു ഇരുട്ടുമുറിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം എന്താ, അവിടെ പ്രകാശമില്ല. അവിടെ പ്രകാശം നമ്മുടെ കണ്ണിൽ എത്താത്തത് കൊണ്ടാണ് നമ്മൾ ഇരുട്ടായിട്ടുള്ള മുറികളിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ കഴിയാത്തത്. അപ്പോൾ ഒരു വസ്തുവിനെ നാം എങ്ങനെ കാണുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒരു വസ്തുവിൽ ഒരു പ്രകാശം വന്ന് പതിച്ച് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് എന്താണ്? അപവർത്തനമാണ്. പ്രകാശത്തിൻ്റെ ഒരു പ്രതിഭാസമാണ് അപവർത്തനം. ഈ അപവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പോൾ അതിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന സ്പൂണ്, അതേപോലെ സ്ട്രോ, പെൻസിൽ, ഇതൊക്കെ ഒടിഞ്ഞതായിട്ട് കാണുന്നതിന് കാരണമായ പ്രതിഭാസം എന്തെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണത്. ഒരു വെള്ളത്തിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ സ്ട്രോ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒടിവ് സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ കാരണമായിട്ടുള്ള പ്രതിഭാസം ഈ അപവർത്തനം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ അപവർത്തനത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്, അല്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, പ്രകാശം എന്ന് പറയുന്നതിൻ്റെ ദിശ എപ്പോഴും നേർരേഖയിലായിരിക്കും. പ്രകാശം ഇങ്ങനെ ഒടിഞ്ഞോ അതേപോലെ വളഞ്ഞോ തിരിഞ്ഞോ അങ്ങനെയൊന്നും എന്ത് ചെയ്യില്ല. പ്രകാശം ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതെന്ത് ചെയ്യും, എപ്പോഴും നേർരേഖ സ്ട്രൈറ്റായിട്ട് ആൾ പോകും. അതെങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെ പോകും. ഇനി ഇവിടുന്ന് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഇങ്ങനെ ഒടിഞ്ഞോ വളഞ്ഞോ അങ്ങനെ ഒന്നും എന്ത് ചെയ്യില്ല, പ്രകാശം സംഭവിക്കില്ല. പിന്നെ എന്താ ചെയ്യുള്ളൂ, ഒരു വസ്തു ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് വായുകണങ്ങൾ ഉണ്ടെങ്കിൽ പ്രകാശം ഒന്നിൽ തട്ടി എന്ത് ചെയ്യും, അത് റിഫ്രാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും തിരിച്ച് വരും. അങ്ങനെ എന്ത് ചെയ്യുക, പ്രകാശം ഇങ്ങോട്ട് പോയി എന്തെങ്കിലും വസ്തുവിൽ തട്ടി അതെന്ത് ചെയ്യും, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ആവും. പക്ഷേ അത് സഞ്ചരിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും, അത് നേർരേഖയിൽ സഞ്ചരിക്കുള്ളൂ. ഒരു ബാരിയറും അല്ലെങ്കിൽ ഒരു വസ്തു അതിൻ്റെ മുന്നിൽ ഇല്ല, അതിനെ തട്ടി പ്രതിപദിക്കാൻ വേണ്ടി തക്കത്തിലുള്ള ഒരു വസ്തുവും മുന്നിലില്ലാന്നുണ്ടെങ്കിൽ പ്രകാശം ആളെന്ത് ചെയ്യും, നേർരേഖയിലായിരിക്കും പോവുക. അപ്പോൾ എന്താണ് അപവർത്തനം? അപവർത്തനം എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശം ഇങ്ങനെ വരികയാണ്, സഞ്ചരിക്കുകയാണ്. അടുത്ത മാധ്യമം അത് ജലത്തിലെത്തുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ നേരെ വന്ന പ്രകാശം എന്ത് ചെയ്തു, വേറൊരു മാധ്യമത്തിലോട്ട് കടക്കുമ്പോൾ അതിന് ചെറിയൊരു ഒടിവ് സംഭവിച്ചു. നേരെ പോകേണ്ട ആൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒടിവ് സംഭവിച്ചു. അതിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറി. ഇങ്ങോട്ട് പോകേണ്ട ആളായിരുന്നു നേരെ പോകേണ്ട ആൾ. വേറെ മാധ്യമം, അതായത് വായു എന്നൊരു മാധ്യമത്തിൽ നിന്ന് വേറെ മാധ്യമമായ ജലം എന്ന മാധ്യമത്തിലോട്ട് കടന്നപ്പോൾ പ്രകാശം എന്താ ചെയ്യുന്നത്, നേരെ പോകേണ്ട ആളെന്ത് ചെയ്തു, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു, അല്ലേ? ഒടിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിഭാസമാണ് അപവർത്തനം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ്, പ്രകാശം ചെരിഞ്ഞ് പതിക്കുമ്പോൾ മാത്രം എന്ത് ചെയ്യുന്നു, അപവർത്തനം സംഭവിക്കുന്നുള്ളൂ. എന്നാൽ ഈ പ്രകാശം ചെരിഞ്ഞിട്ടല്ല, ഇത് ലംബമായിട്ടാണ് ഇതാണ് മാധ്യമം. ആ മാധ്യമത്തിന് ലംബമായിട്ട് 90 ഡിഗ്രിയിൽ വന്ന ഒരു പ്രകാശമായിരുന്നെങ്കിൽ അതിന് യാതൊരു ഡയറക്ഷനിന് അതിൻ്റെ ദിശയിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. അത് നേരെ പോവും.
അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിയില്ല. അപ്പോൾ ഒരു പ്രകാശം അത് ചെരിഞ്ഞിട്ട് ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലോട്ട് കടക്കുമ്പോൾ ദേ പ്രകാശം ഇങ്ങനെ വന്നു, അതെന്ത് ചെറുതായിട്ടൊന്നൊടിഞ്ഞു. അപ്പോൾ മാത്രമേ അപവർത്തനം സംഭവിക്കുന്നുള്ളൂ. എന്നാൽ ലംബമായിട്ട് വരുന്ന പ്രകാശരശ്മിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി എന്ത് ചെയ്യണം, ചെരിഞ്ഞ് പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ ഈ വിഭജനതലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ദിശാവ്യതിയാനം സംഭവിക്കുന്നു. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഈ ദിശാവ്യതിയാനം സംഭവിക്കുന്നത്? ഈ ഒരു പോയിന്റിലാണ്. ഇവിടെ വെച്ചിട്ട് നടന്നില്ല, ഇവിടെ വെച്ചിട്ട് നടന്നില്ല, ഈ ഒരു പോയിന്റിൽ മാത്രം. അതായത് ഈ വിഭജനതലത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. വിഭജന തലം എന്ന് പറയുമ്പോൾ വായു എന്ന മാധ്യമത്തെയും ജലം എന്ന മാധ്യമത്തെയും വേർതിരിക്കുന്ന ഈ വിഭജന തലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, പ്രകാശത്തിന് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. എന്നാൽ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ലംബമായിട്ടാണ് പതിക്കുന്നുണ്ടെങ്കിൽ അവക്ക് യാതൊരു ദിശാവ്യതിയാനവും ഇല്ല. ലംബമായിട്ട് പെർപെൻഡിക്കുലറായിട്ട് വന്നാൽ അവിടെ ദിശാവ്യതിയാനം ഇല്ല. അപ്പോൾ നമുക്ക് തോന്നും, എന്താണ് ഈ ദിശാവ്യതിയാനത്തിന് കാരണം എന്ന് പറയുന്നത്? ദിശാവ്യതിയാനം എന്ന് പറയുമ്പോൾ അതിന് കാരണം ഈ വിവിധ മാധ്യമങ്ങളിൽ പ്രകാശ വേഗത വ്യത്യസ്തമാണ്. ഒരേ വേഗതയിലല്ല പ്രകാശം പല മാധ്യമങ്ങളിലും സംഭവിക്കുന്നത്. വായു എന്ന മാധ്യമത്തിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് ഒരു വേഗതയാണ്, വേറൊരു മാധ്യമത്തിലോട്ട് കടക്കുമ്പോൾ അതിൻ്റെ വേഗത വ്യത്യസ്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു സ്പീഡിലൊരു കാറ് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു പരുപരുത്ത പ്രദേശത്തോട്ട് ഒരു കാറ് വരികയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, സ്പീഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ സ്പീഡൊന്ന് കുറയും, അതിൻ്റെ വേഗത ഒന്ന് കുറയുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ പോകേണ്ട കാറ് ജസ്റ്റ് എന്ത് ചെയ്യും, അപ്പോൾ റഫായിട്ടുള്ള ഇതെന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ചെരിഞ്ഞിട്ട് വരും അല്ലേ. അതുപോലെ തന്നെയാണ് വിവിധ മാധ്യമങ്ങളിൽ എന്താണ്, പ്രകാശത്തിൻ്റെ വേഗതയും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ വേഗതയിലുള്ള മാറ്റം കൊണ്ട് അതിൻ്റെ ദിശയും വ്യത്യസ്തപ്പെടുന്നു. ഓക്കെ, അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗത പലതിലും വ്യത്യസ്തമാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു പ്രകാശം ഇങ്ങനെ കടന്നു വരികയാണെങ്കിൽ വായുവിന് അതിന് എത്ര സ്പീഡ് ഉണ്ടാകും? അതിൻ്റെ വേഗത 3 × 10⁸, അതായത് 3 × 10⁸ അല്ലേ. എന്നാൽ ഈ പ്രകാശം ജലത്തിലാണെങ്കിൽ 2.25 × 10⁸ അല്ലേ. ഇനി ഗ്ലാസ്സിലാണെങ്കിൽ പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 2 × 10⁸ ആയിരിക്കും. ഇനി വജ്രത്തിലാണെങ്കിലോ പ്രകാശത്തിൻ്റെ വേഗത വളരെ ഇതിനേക്കാളൊക്കെ കുറഞ്ഞതാണ്, 1.25 × 10⁸ m/s ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഈ മാധ്യമത്തിൽ പല മാധ്യമങ്ങളിൽ പല വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ പ്രകാശത്തിൻ്റെ വേഗത സ്വാധീനിക്കാൻ മാധ്യമത്തിന് എന്തുണ്ട്, ഒരു ചെറിയ കഴിവുണ്ട്. ആ കഴിവുള്ളത് കൊണ്ടല്ലേ മാധ്യമത്തിൻ്റെ വേഗത വ്യത്യസ്തമായത്. അതുകൊണ്ട് ഈ മാധ്യമത്തിലൂടെ വേഗതയെ സ്വാധീനിക്കാൻ മാധ്യമത്തിന് എന്തുണ്ട്, ഒരു കഴിവുണ്ട്. ആ കഴിവിനെ നമ്മൾ പറയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത എന്ന് പറയും. അപ്പോൾ പ്രകാശിക സാന്ദ്രത എന്നാൽ എന്താണ്? പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ആ പ്രകാശത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കാൻ മാധ്യമത്തിനുള്ള കഴിവിനെ, ആ ഒരു കഴിവിനെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ പ്രകാശത്തിൻ്റെ ഈ വേഗത വ്യത്യസ്തപ്പെടാൻ കാരണം എന്തായിരിക്കാം? ഈ പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യസ്തമാണ്. ഓരോ മാധ്യമത്തിലും പ്രകാശിക സാന്ദ്രത വ്യത്യസ്തമായി കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന വേഗതയും വ്യത്യസ്തപ്പെടും. അപ്പോൾ പ്രകാശിക വേഗതയെ സ്വാധീനിക്കാൻ മാധ്യമത്തിനൊരു കഴിവുണ്ട്. ആ കഴിവിനെ നമ്മൾ പ്രകാശിക സാന്ദ്രത എന്ന് പറയും. ഈ പ്രകാശിക സാന്ദ്രത പല മാധ്യമങ്ങളിലും വ്യത്യസ്തമാണ്. ആ പ്രകാശിക സാന്ദ്രത വ്യത്യസ്തപ്പെടുന്നത് കൊണ്ട് തന്നെ പ്രകാശവേഗതയും വ്യത്യസ്തപ്പെടും. പ്രകാശവേഗത വ്യത്യസ്തപ്പെടുന്നതുകൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ ദിശയും വ്യത്യസ്തപ്പെടും. അപ്പോൾ ഇതാണ് അപവർത്തനത്തിൽ സംഭവിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഈ പ്രകാശിക സാന്ദ്രത കൂടുന്ന സമയത്ത് അതിൻ്റെ വേഗത എന്ത് ചെയ്യും, വളരെ കുറയും. ഇവ രണ്ടും ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ആളുകളാണ്. അതായത് നമുക്ക് ഒരു തിക്കും തിരഞ്ഞ ഒരു
റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ പോകാൻ കഴിയോ? ഇല്ല. അത് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിൻ്റ് നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ആവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകാശിക സാന്ദ്രത കൂടുന്ന സമയത്ത്, സാന്ദ്രത കൂടുതലാവുന്ന സമയത്ത് വേഗത എന്ത് ചെയ്യും? കുറയും. സാന്ദ്രത ഇനി വളരെ കുറവാണ്, കുറഞ്ഞ സാന്ദ്രതയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ പോകാൻ കഴിയും. അപ്പോൾ പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശിക വേഗത കുറയുന്നു. അപ്പോൾ നമ്മൾ പ്രകാശത്തിൻ്റെ വേഗത ഓരോ മാധ്യമത്തിലും നമ്മൾ പറഞ്ഞു, അതിൽ സാന്ദ്രത കൂടുതൽ വജ്രത്തിനാണ്, അതിൽ വേഗത എന്തായിരിക്കും? കുറവായിരിക്കും. വജ്രത്തിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് ഗ്ലാസ്സിന്, അതിന് വേഗത എന്ത് ചെയ്യും? വജ്രത്തിനേക്കാൾ ഗ്ലാസ്സിന് സാന്ദ്രത കുറവാണ്, അതിന് വേഗത കൂടുതലായിരിക്കും. ഗ്ലാസ്സിനേക്കാൾ ജലത്തിന് നോക്കുമ്പോൾ ജലത്തിന് എന്തായിരിക്കും? സാന്ദ്രത അത് കുറവാണ്, അപ്പോൾ വേഗത കൂടും. വായുവിന് സാന്ദ്രത വളരെ കുറവാണ്, വജ്രത്തിനെ അപേക്ഷിക്കുന്ന സമയം നമ്മൾ നോക്കുന്ന സമയത്ത് വായുവിന് സാന്ദ്രത വളരെ കുറവാണ്, അതുകൊണ്ട് വേഗത കൂടും. അപ്പോൾ വജ്രത്തിനേക്കാൾ ഗ്ലാസ്സിന് എന്തുണ്ട്? പ്രകാശത്തിലെ വേഗത കൂടുതലുണ്ട്. ജലത്തിൽ അതിനേക്കാൾ വേഗത കൂടും. വായുവിലാണ് പ്രകാശം വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് വേഗതയാണ് ഉള്ളത്. ഇനി സാന്ദ്രത നമ്മൾ നോക്കുന്ന സമയത്ത് വേഗതയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സാന്ദ്രത. വേഗത ഏറ്റവും കൂടുതൽ വായുവിനായിരുന്നു, അപ്പോൾ സാന്ദ്രത ഏറ്റവും കുറവാർക്കായിരിക്കും? വായുവിനായിരിക്കും. അപ്പോൾ സാന്ദ്രത ഏറ്റവും കൂടുതൽ വജ്രത്തിനും വേഗത ഏറ്റവും കൂടുതൽ വായുവിനും ആയിരിക്കും. അപ്പോൾ സാന്ദ്രത വായുവിനേക്കാൾ കൂടുതലാണ് ജലത്തിന്. പ്രകാശിക സാന്ദ്രത വായുവിനേക്കാൾ കൂടുതലാണ് ജലത്തിന്, ജലത്തിനേക്കാൾ കൂടുതലാണ് ഗ്ലാസ്സിനേക്കാൾ കൂടുതലാണ് വജ്രത്തിന്. അതുപോലെ വജ്രത്തിനേക്കാൾ കുറവാണ് ഗ്ലാസ്സിനേക്കാൾ കുറവാണ് ജലത്തിനേക്കാൾ സാന്ദ്രത കുറവാണ് വായുവിന്. എന്നാൽ വേഗത ഇവിടെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ അപവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യസ്തമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് തന്നെ പ്രവേശിക്കണം. അങ്ങനെ ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ ആ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് എന്ത് ചെയ്യുന്നു? വ്യതിയാനമുണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. അടുത്തത് നമ്മൾ പഠിക്കുന്നത് അപവർത്തനാങ്കം എന്നൊരു കാര്യമാണ്. അപവർത്തനാങ്കവും പ്രകാശിക സാന്ദ്രതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പ്രകാശിക സാന്ദ്രത തന്നെ അതിനെ ഒരു നമ്പറിൻ്റെ ടേംസിൽ നമ്മളത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന് അപവർത്തനാങ്കം ആയിട്ട് കണക്കാക്കാം. പ്രകാശിക സാന്ദ്രത കൂടുകയാണെങ്കിൽ അപവർത്തനാങ്കം കൂടും. സാന്ദ്രത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു മാത്തമാറ്റിക്കലായിട്ട് നമുക്കതിനെ എഴുതാൻ കഴിയുന്ന ഒരു സംഭവമാണ് അപവർത്തനാങ്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് അപവർത്തനാങ്കം എന്ന് പഠിക്കാൻ പോവുകയാണ്. അപവർത്തനാങ്കം അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപവർത്തനാങ്കം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് ഒരു അനുപാതമാണ്, രണ്ട് കാര്യങ്ങളുടെ അനുപാതമാണ്. അതായത് ശൂന്യതയിൽ പ്രകാശത്തിനൊരു വേഗതയുണ്ടോ? ഉണ്ട്. മാധ്യമത്തിൽ എന്ത് ചെയ്യും? ഒരു പ്രകാശത്തിൻ്റെ വേഗത ശൂന്യതയിലുള്ള പ്രകാശ വേഗത ആയിരിക്കില്ല, വേറൊരു വേഗത ആയിരിക്കും. അപ്പോൾ ഈ ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗതയും മാധ്യമത്തിൽ ഏത് മാധ്യമമാണോ എടുക്കുന്നത് ആ മാധ്യമത്തിലെ പ്രകാശത്തിൻ്റെ വേഗതയും തമ്മിലുള്ള അനുപാതമാണ് അപവർത്തനാങ്കം. അഥവാ നമുക്ക് അപവർത്തനാങ്കം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് C/V എന്നെഴുതാം. സി എന്ന് പറയുമ്പോൾ ശൂന്യതയിൽ ആ പ്രകാശത്തിന് എന്ത് വേഗതയാണോ ഉള്ളത് അതിനെ നമ്മൾ മാധ്യമത്തിൽ ആ പ്രകാശത്തിൻ്റെ വേഗത രണ്ടിനെയും നമ്മൾ തമ്മിൽ ഹരിക്കുന്നത്, അതിൻ്റെ അനുപാതം കാണുന്നതാണ് അപവർത്തനാങ്കം എന്ന് പറയുന്നത്. ഇനി ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ്? 3 × 10⁸. വായുവിൽ യഥാർത്ഥത്തിൽ ഇത്രയല്ല, ഇതിന്ന് കുറച്ച് കുറഞ്ഞതായിരിക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? രണ്ടിനെയും ഏകദേശം കുറച്ച് വ്യത്യാസമുള്ളത് കൊണ്ട് ശൂന്യതയിലും വായുവിലും നമ്മൾ ഏകദേശം എന്ത് ചെയ്യുന്നു? 3 × 10⁸ എന്ന രൂപത്തിലാണ് എടുക്കുന്നത് രണ്ടിലും. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പറയാം. പ്രകാശത്തിൻ്റെ
വേഗത കൂടുമ്പോൾ സാന്ദ്രത കുറയും. അതേപോലെ സാന്ദ്രത കൂടുകയാണെങ്കിൽ അപവർത്തനാങ്കം ഒരുപോലെയാണ്, കൂടും. എന്നാൽ വേഗതയും അപവർത്തനാങ്കവും തമ്മിലുള്ള റിലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. വേഗത കൂടുമ്പോൾ അപവർത്തനാങ്കം കുറയും. പ്രകാശ വേഗതയും അപവർത്തനാങ്കവും ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് കാണിക്കുന്നത്. ഒരാൾ കൂടുമ്പോൾ മറ്റാൾ കുറയും. ഇനി വേഗതയും സാന്ദ്രതയാണെങ്കിലോ അതും അതുപോലെ തന്നെയാണ്, ഒരാൾ കൂടുമ്പോൾ മറ്റാൾ കുറയും. ഇവിടെ ഒരുപോലുള്ളത് പ്രകാശിക സാന്ദ്രതയും അപവർത്തനാങ്കവുമാണ്. സോ ഇത്രയും പറഞ്ഞത് നന്നായിട്ട് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.